ISL ആരാധകരുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ആ ഒരു സുപ്രധാന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. ISL എങ്ങനെ നമുക്ക് ലൈവായിട്ട് കാണാം എന്നതായിരുന്നു എല്ലാവരുടെയും ഒരു സംശയം. ISLന്റെ മീഡിയ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഫാൻകോഡാണ്. ഡിജിറ്റൽ ആൻഡ് TV റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഫാൻകോഡാണ്. ഫാൻകോഡ് ആപ്പിൽ കൂടി നമുക്ക് ലൈവായിട്ട് മത്സരങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ എങ്ങനെ TVയിൽ നമുക്ക് മത്സരങ്ങൾ കാണാൻ സാധിക്കും? നമുക്കറിയാം ഫാൻകോഡിന് TV ചാനലില്ല. അവരിപ്പോൾ മറ്റ് ചാനലുകളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു തീരുമാനമായാൽ TVയിൽ നമുക്ക് എങ്ങനെ കാണാനാകും എന്നുള്ളതിന്റെ ഉത്തരം കിട്ടും. അതേസമയം ISLന്റെ ബ്രോഡ്കാസ്റ്റ് വാല്യൂവിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബ്രോഡ്കാസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് 275 കോടിയായിരുന്നു. 163 മാച്ചുകളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഒരു മാച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.68 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം. എന്നാൽ ഇത്തവണത്തെ മീഡിയ റൈറ്റ്സ് വിറ്റുപോയത് വെറും 8.62 കോടി രൂപയ്ക്കാണ്. 91 മത്സരങ്ങളാണ് ഇത്തവണ ഉള്ളതെന്ന് നമുക്കറിയാം. ഒരു മാച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും 9.5 ലക്ഷത്തിനടുത്ത് മാത്രമാണ്. കഴിഞ്ഞ വർഷത്തെ 1.68 കോടിയിൽ നിന്നുമാണ് ഇപ്പോൾ 9.5 ലക്ഷത്തിലേക്ക് ഒരു മാച്ചിന്റെ വാല്യൂ മാറിയിരിക്കുന്നത്. ഇതിൽ തന്നെ ISLന്റെ ഇത്തവണത്തെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫാൻകോഡ് ആപ്പ് വഴി നമുക്ക് കാണാൻ സാധിക്കും. ഇനി TVയിൽ ഏത് ചാനൽ ആണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ കഴിയും.